കുട്ടി ആത്മഹത്യ ചെയ്യാൻ അതിന്റെ മനസ്സ് എന്തോരം നൊന്ത് കാണും, എന്തുമാത്രം വേദനിച്ച് കാണും, എന്തുമാത്രം കരഞ്ഞു കാണും, എത്രമാത്രം ദിവസങ്ങൾ ഉറങ്ങാതെ കിടന്ന് കാണും. ഇത് ഒരു ദിവസത്തെ കാര്യമല്ലല്ലോ, പല ദിവസങ്ങളായി നടക്കുന്നു എന്ന് കുടുംബത്തിൽ പരാതി പറഞ്ഞ കുട്ടിയാണ്. മുഖം നോക്കാതെ നടപടിയെടുക്കണം. ഇത്തരം ആളുകൾക്ക് അധ്യാപകരായി തുടരാൻ എന്ത് അവകാശമാണുള്ളത്? അവരാണോ അധ്യാപകർ? അവരാണോ അധ്യാപകർ? ജീവിതത്തിലെ കുട്ടികൾക്ക് മാതൃകയാകേണ്ട ആളുകളാണ്. അവരാണ് വഴികാട്ടികളാകേണ്ട ആളുകൾ. അവരാണ് ഈ മോശം പരാമർശം നടത്തി. എന്താണ് ഇവരുടെയൊക്കെ പശ്ചാത്തലം? ഇവരൊക്കെ എങ്ങനെയാണ് അധ്യാപകരായത്? നമുക്ക് അവിശ്വസനീയമായ കാര്യമാണ്. അപ്പം അത് ഗൗരവത്തോടു കൂടി അന്വേഷിച്ച് അവരെ എല്ലാവരെയും അതിൽ നിന്ന് യഥാർത്ഥത്തിൽ ഇതിൽ ഉത്തരവാദികളായ ആളുകൾക്കെതിരായി കർശനമായ നടപടി, ഒരു മുഖം നോക്കാതെ ആരാണെങ്കിലും നടപടി സ്വീകരിക്കണം. സിദ്ധാർത്ഥന്റെ കേസിൽ അങ്ങനെയല്ല ഉണ്ടായത്. സിദ്ധാർത്ഥന്റെ കേസിൽ ഇത്രയും ദാരുണമായ ഒരു കേസുണ്ടായ അവരെ പ്രൊട്ടക്ട് ചെയ്യാണ്. 150 പേരുടെ മുമ്പിൽ വെച്ചിട്ടാണ് സിദ്ധാർത്ഥന് അവമാനം ഉണ്ടായത് അല്ലേ? അദ്ദേഹത്തിന്റെ വസ്ത്രം ഒരിഞ്ഞ്, ആ കുട്ടിയുടെ വസ്ത്രം ഒരിഞ്ഞ് അപമാനിച്ചത്. ആ കുടുംബം ഇപ്പോഴും വിഷമിക്കുകയാണ്. സിദ്ധാർത്ഥന്റെ അമ്മയും ഉണ്ട് ഇവിടെ, ഈ കുട്ടിയുടെ വീട്ടിൽ, ഇതിന്റെ വീട്ടിൽ അമ്മയും എത്തിയിട്ടുണ്ട്. ഒരു സ്ഥലത്തു പോലും ഇത്തരം സംഭവം ഇനി ആവർത്തിക്കരുത് എന്ന് ഉറപ്പുവരുത്തണം. സിദ്ധാർത്ഥന്റെ അമ്മയും അച്ഛനും പറഞ്ഞതാണ്, ഇനി ഒരു സ്ഥലത്ത് ഒരു കുട്ടിക്ക് ഉണ്ടാകും, പക്ഷെ വേറൊരു കുട്ടിക്ക് കൂടി വേറൊരു തരത്തിലുണ്ടായിരിക്കുന്നത്. അതിന്റെ വേറൊരു രീതിയാണ് ഈ കുട്ടിക്ക് ഉണ്ടായത്. അത് കേരളം പോലുള്ള സംസ്ഥാനത്ത് ജാതീയമായ വാക്കു പറഞ്ഞ് ഇത്രയും മോശമായി പെരുമാറിയെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും തലകുനിച്ച് നിൽക്കണമെന്നാണ് എൻ്റെ. എന്തായാലും ഗവൺമെന്റ് അക്കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ചെയ്യണം.